പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിയദാസനെ അനുവദിച്ചു യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ശ്രവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇറാനുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. അതിൻ്റെ ചെറിയ ഒരു ഇഫക്റ്റ് അഥവാ പ്രതിഫലനം മനുഷ്യരാശിയെ അല്പസമയത്തേക്ക് ബാധിച്ചത് നമ്മൾക്ക് ഗ്യാസ് ഇല്ലാതെയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 10-20 ദിവസത്തോളം പ്രശ്നങ്ങൾ വന്നു. മനുഷ്യർ അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി, അങ്ങനെയാണെങ്കിൽ പെട്രോൾ ഡീസൽ ഇല്ലാതെ വന്നാൽ എന്തു സംഭവിക്കും, അതോടനുബന്ധിച്ച് മാർക്കറ്റുകൾ ഇല്ലാതെ വന്നാൽ എന്തു സംഭവിക്കും എന്നൊക്കെ കുറിച്ച് ചിന്തിച്ച ആളുകളും അത് എന്നോട് ഷെയർ ചെയ്ത ആളുകളും കുറച്ചുണ്ട്. എന്നാൽ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാസ് നമുക്ക് കിട്ടുകയും ഡീസൽ പെട്രോൾസിന് കുഴപ്പമൊന്നുമില്ല, ഭക്ഷണ മാർക്കറ്റുകളുണ്ട്. അങ്ങനെ സാധാരണ എന്തെങ്കിലും ലോകം വീണ്ടും മുന്നോട്ട് പോകാൻ ചെയ്തപ്പോൾ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, ഇത് സാധാരണമാണ്, ഈ യുദ്ധങ്ങൾ സാധാരണമാണ്. ഇതിനു മുമ്പ് കോടാനുകോടി യുദ്ധങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധവും അതുപോലെ തന്നെയുള്ളൊരു യുദ്ധത്തിൻ്റെ പട്ടികയിലേ വരൂ, ഇതിന് വ്യത്യാസമായി ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ വീണ്ടും സാധാരണ നിലയിൽ പോവുകയും സാധാരണ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ആധുനിക സോദോം ഗോമോറ എങ്ങനെ രൂപം പ്രാപിക്കും, അല്ലെങ്കിൽ ആധുനിക സോദോം ഗോമോറ എപ്രകാരമായിരിക്കും, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിൻ്റെ ജ്ഞാനത്തിൻ്റെ തലവും അറിവിൻ്റെ തലവും ദൈവജ്ഞാനത്തിൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തലവും കൂടെ കൂടിച്ചേരുമ്പോൾ എന്ത് ഈ ലോകത്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമ്മൾ ക്രമേണ കുറേശ്ശെയായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇനി പ്രിയ സഹോദരങ്ങളെ, ദൈവിക കാര്യങ്ങൾ സർവശക്തനായ ദൈവം പ്രതീകാത്മക അർത്ഥത്തിൽ എഴുതി വെച്ച് അത് 2000-3000 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ജ്ഞാനത്തിൻ്റെ തലവും അതിൻ്റെ അറിവുത്തലിൻ്റെ തലവും കൂടെ കൂടിച്ചേർന്നപ്പോൾ നിർമ്മിക്കപ്പെട്ട വസ്തുക്കളും നിർമ്മിക്കപ്പെട്ട ആശയങ്ങളും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇനി നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവിക പദ്ധതികൾ വരുന്നത് പോലെ തന്നെ മറ്റൊരു സംഭവം നടക്കും, സാത്താന്യ പദ്ധതികളും നമ്മുടെ മുമ്പിലേക്ക് വരും. ദൈവിക പദ്ധതി യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, സ്വർഗരാജ്യം, നോഹയുടെ ദിനങ്ങൾ വരുന്നു, ലോകത്തിൻ്റെ നാളിൽ സംഭവിക്കുന്നു. മനുഷ്യപുത്രൻ മിന്നൽപ്പിണർ പോലെ ആകാശത്ത് നിവധിക്കല്ല, മിന്നൽപ്പിണർ പോലെ ആകാശത്ത് നിന്ന് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണോമന മക്കളെ നിത്യമഹത്വത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി വരുന്നു. ആ പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ അതിനു മുമ്പ് സോദോം ഗോമോറ എന്നൊരു സംഭവം ലോകത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതോട് ചേർന്ന് വരുന്നതാണ് നോഹയുടെ ദിനങ്ങൾ. ഈ രണ്ട് സംഭവങ്ങളും കൂടെ പ്രതീകാത്മക അർത്ഥത്തിൽ പറയുമ്പോൾ, ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ നോഹയുടെ ദിനവും സോദോം ഗോമോറയുടെ ദിനവും എന്താണ് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മൾ ഇപ്പോഴത്തെ പശ്ചാത്തലം അതിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള, നമുക്കറിയാം സോദോം ഗോമോറ എന്ന സംഭവം നടക്കുമ്പോൾ ഇന്നത്തെ ടെക്നോളജിക്കിൻ്റെ അറിവിൻ്റെ തലം അന്നില്ല, ജ്ഞാനത്തിൻ്റെ തലത്തിൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അന്ന് കാര്യങ്ങൾ സംസാരിച്ച് മറ്റുള്ളവർ സോദോം ഗോമോറയെക്കുറിച്ച് മറ്റുള്ളവർ തമ്മിൽ പറയുന്നത് തമ്മിൽ മനുഷ്യ സംസർഗമാണ്, അല്ലെങ്കിൽ ഒരു ചിത്രങ്ങൾ വരച്ചു വെക്കും. നമുക്കറിയാം, നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ കാണാം, സ്കൂളുണ്ടെങ്കിൽ സ്കൂളിൻ്റെ കുട്ടികളുടെ പടങ്ങളുള്ള ഒരു ബോർഡ് ഉണ്ടാവും. അവിടുന്ന് ഒരു 500 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ സ്കൂൾ കെട്ടിടം കാണാം. അപ്പോൾ സ്കൂൾ കെട്ടിടം വരുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന പ്രതീകാത്മക അർത്ഥത്തിൻ്റെ സിമ്പൽ രൂപം, അടയാള രൂപമാണ് എന്ത് കാണുന്നത്, ഈ സ്കൂൾ കെട്ടിടം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ദേവാലയം, അല്ലെങ്കിൽ ആശുപത്രി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുന്നതിൻ്റെ അടയാള രൂപമുണ്ട്. എന്നതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം അതിനിഗൂഢമായി എഴുതി വച്ചിരിക്കുന്ന ഒരു സംഭവമാണ് സോദോം ഗോമോറയെക്കുറിച്ച് നിഗൂഢമായി എഴുതി വച്ചിരിക്കുന്നത്. പരസ്യമാകാൻ പോകുന്നതിന് മുമ്പുള്ള ഈ പശ്ചാത്തലത്തെ ഓർത്ത് അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ, ജ്ഞാനത്തിൻ്റെ തലത്തിൽ സർവശക്തനായ ദൈവം എഴുതി വെച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 14-ാം തിരുവചനമാണ്. അവിടെ കർത്താവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചതിന് ശേഷം ഇങ്ങനെ പറയാം. അത് അല്പസമയം ഞാൻ വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെളിപാട് 18:11, ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അവളുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. കച്ചവട സാധനങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുക്കൾ, മൃദുല വസ്ത്രങ്ങൾ, ധ്രുവവസ്ത്രം, രക്താംബരം, പട്ട്,
സുഗന്ധമുള്ള പലതരം തടികൾ, ദന്തനിർമ്മിതമായ വസ്തുക്കൾ, വിലയേറിയ തടി, പിച്ചള, ഇരുമ്പ്, വെള്ളി, വെണ്ണക്കല്ല്, കറുവപ്പട്ട, പിച്ചള, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ, കറുവപ്പട്ട, സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മീറ, കുന്തിരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലികൾ, ആടുകൾ, കുതിരകൾ, രഥങ്ങൾ, അടിമകൾ, അടിമകളല്ലാത്ത മനുഷ്യർ. നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്നും അകന്നുപോയി. പ്രിയ സഹോദരരെ, ഇതെല്ലാം സർവശക്തനായ ദൈവം അതിനിഗൂഢമായ ഭാഷയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ലിഖിത രൂപമാണ് നാം വായിച്ചത്. അതിൻ്റെ അറിവിൻ്റെ തലം വന്നപ്പോൾ അത് ടെക്നോളജിക്കൽ അഥവാ ഇന്നത്തെ സാങ്കേതികവിദ്യ എന്ന പദം ചേർത്ത് പറഞ്ഞാൽ അതിൻ്റെ ഇന്നത്തെ ഏറ്റവും ഉയർന്ന ഭാഷയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് റോബോട്ടുകൾ, റോബോട്ടുകൾ. ഇനി അതിൻ്റെ തന്നെ ഒരു മസ്തിഷ്ക ചിപ്പ് വരാൻ പോകുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ബുദ്ധിയെ മനസ്സിനെയും അതുപോലെ വായിക്കാൻ കഴിയുന്നതാണെന്ന് പറയാം. അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ. അതിൻ്റെ പ്രത്യാഘാതങ്ങളും നല്ല വശവും ചീത്ത വശവും എല്ലാം നമ്മൾ വാർത്തകളിൽ കേൾക്കാറുണ്ട്. എന്നാൽ ദൈവം തൻ്റെ വരവിന് മുമ്പ് ഈ ഭൂമിയിലെ അശുദ്ധിയെ അശുദ്ധിക്കായിട്ട് വിട്ടുകൊടുക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. അത് ഈ ലോകം കണ്ടുള്ള വെച്ച് ഏറ്റവും വലിയ ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ കൂടെ ആസ്വദിക്കുന്ന ചില കനികളാണ്. ആ കനികൾ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം അത് പറയാൻ അത്ര അങ്ങോട്ട് സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരൻ, അത് കനി എന്താണെന്ന് നിങ്ങൾ എൻ്റെ ധ്യാനത്തിൽ വന്നാൽ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അവിടെ വെച്ച് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനങ്ങനെ പറയുന്നില്ല. അതിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആടുകൾ, കുതിരകൾ, രഥങ്ങൾ, അടിമകളല്ലാത്ത മനുഷ്യർ. ആരാണ് അടിമകൾ? അടിമകൾ അല്ലാത്ത മനുഷ്യർ ആരാണ്? അത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ അടിമത്തത്തിൽ ഉള്ളവർ, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവർ, ക്രിസ്തുവിൽ തൻ്റെ വിശ്വാസത്തെ വിശുദ്ധിയെ ഉറപ്പിച്ചവർ, നിത്യജീവന് വേണ്ടി തൻ്റെ മനസ്സും ശരീരവും ആത്മാവും യേശു ക്രിസ്തുവിന് വേണ്ടി തീരെഴുതി കൊടുത്തവർ. അത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടിമകളാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ക്രിസ്തുവിൻ്റെ അടിമത്വം എന്ന് പറയുന്നത് സാത്താനിലേക്ക് പോകാത്ത ഒരു വിശുദ്ധ ജീവിതമാണ്. ആ വിശുദ്ധ ജീവിതത്തിന് അതിൻ്റെതായ മൂല്യവും ഫലങ്ങളുമുണ്ട്. അത് ക്രിസ്തുവിനോട് ചേർന്നുള്ളതാണ്. എന്നാൽ ഈ ഭൂമിയിൽ അത് ക്രിസ്തുവിൻ്റെ അടിമത്തമല്ല, മറിച്ച് ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. അപ്പോൾ നമ്മൾ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ തരുന്ന സ്വാതന്ത്ര്യം, യേശു ക്രിസ്തു തരുന്ന പാപവിമോചനം, യേശു ക്രിസ്തു തരുന്ന സന്തോഷം, സമാധാനം, ഐശ്വര്യം, പുരോഗതി, ആനന്ദം, നീതിബോധം, സത്യസന്ധത, അതിൻ്റെ മഹത്വം, അതിൻ്റെ ആനന്ദ ജീവിതം, അതാണ് ക്രിസ്തുവിലെ അടിമത്വമെങ്കിൽ മറ്റൊരു അടിമത്വം കൂടിയുണ്ട്. അതാണ് സാത്താൻ്റെ അടിമത്വം. അഥവാ സാത്താൻ വെച്ചു നീട്ടുന്ന പഴങ്ങളും പഴച്ചാറുകളും ചഷകങ്ങളും അതിൻ്റെ കനികളും, അത് നിഗൂഢമായും അല്പാൽപ്പം പരസ്യമായും ഇന്നത്തെ സംവിധാനത്തിൽ നമുക്ക് കുറേ കനികളും, കനി എന്ന് പറഞ്ഞാൽ തന്നെ നിഗൂഢമായ പഴങ്ങൾ, പഴത്തിലെ പഴങ്ങൾ, പഴത്തിൻ്റെ പഴങ്ങൾ എന്നൊക്കെ നമുക്ക് ഇവിടെ പറയാം. അതൊക്കെ നിഗൂഢമായി താൻ നിൻ്റെ ആത്മാവ് കൊതിച്ച കനിയിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ ഈ ഇത് തിന്നാറായി, യഥാർത്ഥത്തിൽ തിന്നാറായി. ഇപ്പം നിഗൂഢമായിട്ട് പലരും തിന്നുന്നുണ്ടെങ്കിലും അത് പരസ്യമായിട്ട് തിന്നണം. പരസ്യമായിട്ട് ഇത്തരം കനികൾ തിന്നുന്ന പശ്ചാത്തലം വരണമെങ്കിൽ ഇപ്പോൾ എന്താണ് പ്രശ്നമുള്ളത്? രഥങ്ങളുണ്ട്. രഥങ്ങൾ, അടിമകൾ. രഥങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, പഴയ കാലത്ത് രാജാക്കന്മാരാണ് ഭരിക്കുക. രാജാക്കന്മാർ ഭരിക്കുമ്പോൾ രാജാവിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ തൻ്റെ മുമ്പിൽ വലിയ കുതിരകളെ കെട്ടിയിരിക്കും. അതിന് പിന്നിൽ ചക്രമുണ്ട്, അതിൽ രഥങ്ങൾ കിട്ടും, അതിൽ മഞ്ചലുണ്ടാവും, അതിൽ അലങ്കരിച്ച് അതിൻ്റെ മുമ്പിലും പിമ്പിലും പട്ടാൾക്കാരുണ്ടാവും. അങ്ങനെ രാജാവിൻ്റെ രഥം മുന്നോട്ട് നീങ്ങുന്ന രഥങ്ങൾ എന്നൊരു രാജഭരണത്തെയാണ് രഥങ്ങൾ എന്നുകൊണ്ട് അന്നത്തെ കാലത്ത് ദൈവമാർത്ഥമാക്കി. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഭാഷയിൽ പറയുന്നത് ഗവൺമെൻറ്റുകൾ എന്ന് നമുക്ക് പറയാം. ഗവൺമെൻറ്റുകൾ. അപ്പോൾ നമുക്കറിയാം, അടിമകൾ എന്ന് പറഞ്ഞാൽ ആശയപരമായ അടിമത്വവും തിന്മയുടെ അടിമത്വമുണ്ട്. എന്താണ് ആശയം? അതൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എനിക്കെതിരെ പോരാടാൻ ഈ ലോകത്തിലെ പട്ടാളക്കാർ വരുമായിരുന്നു. അപ്പോൾ ഐഹികം എന്ന വാക്കിനർത്ഥം ആശയപരത, ആശയത്തിൻ്റെ അടിമത്വം, ആശയപരമായ കാഴ്ചപ്പാടെന്നാണ് അർത്ഥം.
എന്നാൽ യേശു ക്രിസ്തുവിൻ്റേത് ഒരു ആശയപരമായ കാഴ്ചപ്പാടല്ല, ഒരു ആശയപരമായ തത്വസംഹിതകളല്ല. അതൊരു റിയാലിറ്റിയാണ്, അത് നിഗൂഢമായൊരു പരമസത്യമാണ്. അത് ആ സമയത്ത് മാത്രം വെളിപ്പെടുന്ന ഒരു പരമ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു ആശയപരമായിട്ട് അതിനെ നേരിടാനോ ആശയപരമായിട്ട് അതിനെ കാണാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അതതിൻ്റെ വിശുദ്ധിയുടെ തലങ്ങളിൽ കൂടെ തന്നെ നമ്മൾ കയറി ചെന്നുമ്പോൾ കണ്ടെത്തേണ്ട ഒരു നിഗൂഢ രഹസ്യമാണ്, ഒരു നിഗൂഢ മന്നയാണ്. അതായത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമുക്കറിയാം, അണുബോംബുകൾ ഇന്നത്തെ രൂപത്തിലായി ഒരു അണുബോംബിൻ്റെ സ്ഫോടനത്തിൽ 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് ഭൂമിയിൽ വരണമെങ്കിൽ ഈ അണുബോംബ് എന്ന വസ്തു അതിൻ്റെ അയിര് ഇരിക്കുന്ന സ്ഥലത്ത് അത് കുഴിച്ചെടുക്കണം. മണ്ണിൽ നിന്ന് അത് മണ്ണിൽ കുഴിച്ചെടുക്കുമ്പോൾ അയിരായി, അയിരിനെ മണ്ണിൽ നിന്ന് വേർതിരിച്ചു, അതിനെ വേർതിരിച്ച് 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടായി. അങ്ങനെ അതിനെ വേറെ ഐസോടോപ്പാക്കി, ഐസോടോപ്പ് 235 എന്ന് പറയുന്ന ന്യൂക്ലിയസ് പ്രോട്ടോ ഇലക്ട്രോൺ എന്ന് പറയുന്ന വസ്തുവായിട്ട് മാറ്റി അതിനെ ആ മിസൈലിലേക്ക് എടുത്തു വെച്ചു. അതിനെ അതിവേഗം പറക്കുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. അത് റഡാർ സിസ്റ്റത്തിൽ കൂടെ അത് പോയി പൊട്ടേണ്ട സ്ഥലത്ത് പൊട്ടേണ്ട സംവിധാനം ഒരുക്കി വെച്ചു. ഇങ്ങനെ അനേകം പ്രോസസ്സിൽ കൂടെ അതിന് എൻഡിൽ, അതിൻ്റെ അവസാനത്തിൽ ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നതാണ് അഗ്നിഗോളം. അതിൻ്റെ ചൂട് 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്ന അവസ്ഥയാണ്. എന്നതുപോലെ ഇത്തരം കനികളും മറനീക്കി പുറത്തു വരുന്നൊരു കാലം അടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അത് 2028, 29, പ്രത്യേകിച്ച് 2030 കാലഘട്ടങ്ങളിൽ ഈ കനി എല്ലാവർക്കും കാണുകയും തിന്നുകയും ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ലോകത്ത് സംവിധാനം ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു ജ്ഞാനത്തിൻ്റെ തലവും ഒരറിവിൻ്റെ തലവും ഒരതീന്ദ്രിയ ജ്ഞാനതലവും ത്രിതലത്തിൽ അത് പല രൂപത്തിൽ മനുഷ്യ മുമ്പിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയും ആസ്വദിക്കാൻ കഴിയുകയും തിന്നാൻ കഴിയുകയും ചെയ്യുന്ന കനിയായിട്ട് മനുഷ്യ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതാണ് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ സോദോം ഗൊമോറ. ആ സോദോം ഗൊമോറ ഒരുക്കപ്പെടുമ്പോൾ, ആ സോദോം ഗൊമോറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള അയൺ ഒരുക്കി വെച്ചിട്ടുള്ള ആണവ ബോംബുകളും അതിനോടനുബന്ധിച്ച് ദൈവം ചേർത്ത് വെച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ടെക്നോളജിക്കൽ ആയിട്ട് ഈ വസ്തുക്കൾ നിർമ്മിക്കപ്പെടുകയും ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ വചനരൂപത്തിൽ എഴുതപ്പെടുകയും ചെയ്ത ഈ 2 വസ്തുക്കളും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലവും സമയവും ലോകത്തിൻ്റെ മുമ്പിൽ വരാൻ പോവുകയാണ്. ആ പശ്ചാത്തലം വരുമ്പോൾ എന്തു സംഭവിക്കും? ഒന്ന്, അറ്റോമിക് റിഫ്ലക്ഷൻ അഥവാ ആറ്റോമിക് സ്ഫോടനങ്ങൾ. 1ഉം 2ഉം അണുബോംബുകളല്ല പൊട്ടുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അത് ബഹിരാകാശത്ത് പൊട്ടുമ്പോൾ ആയിരക്കണക്കിന് ആണവബോംബുകൾ ബഹിരാകാശത്ത് സ്ഫോടനം നടത്തും. അതിൻ്റെ റേഡിയേഷനേറ്റും ഭൂമിയുടെ ഉപരിതലത്തിലിരിക്കുന്ന ആണവബോംബുകൾ അവിടെ പൊട്ടും. അതിൻ്റെ റേഡിയേഷനേറ്റും അതിൻ്റെ പശ്ചാത്തലമേറ്റും ഭൂമിക്കടിക്കുന്ന കടലിൻ്റെ അടിയിലിരിക്കുന്ന ആണവ സ്ഫോടനങ്ങൾ നടക്കും. അത് ബഹിരാകാശത്തിൻ്റെയും അത്യാകാശത്തിൻ്റെയും ഇടയ്ക്കുള്ള മിസൈൽ രൂപത്തിൽ ലഭിക്കുന്ന ആണവ സ്ഫോടനങ്ങൾ അത് നടക്കും. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രപഞ്ചത്തിലടക്കം ഈ ആണവ സ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ അപ്രത്യക്ഷീകരണം അഥവാ സൂര്യ ചന്ദ്ര ഭൂമി ഒരുമിച്ച് കത്തുന്ന അവസ്ഥ. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള ഒരു പശ്ചാത്തലമാണ് സോദോം ഗൊമോറ. സോദോം ഗൊമോറയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സർവശക്തനായ ദൈവം ആണവ മിസൈൽ ഉൽപ്പാദിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അന്നത്തെ ലോകത്തിൻ്റെ നാളുകളിൽ സോദോം ഗൊമോറയിൽ കണ്ട അനീതികൾക്ക്, അശുദ്ധിക്ക്, മ്ലേച്ഛതയ്ക്ക്, ദുഷ്ടതയ്ക്ക്, ക്രൂരതയ്ക്ക്, ചതിക്ക്, വഞ്ചനയ്ക്ക്, അശുദ്ധമായ മ്ലേച്ഛമായ അതിഭീകരമായ പൈശാചിക തിന്മകൾ ലോകത്തിൽ ഉണ്ടാക്കിയപ്പോൾ കർത്താവിന് ആ തിന്മയുടെ ദുരാത്മാക്കളെ ബന്ധിക്കുവാനോ ബഹിഷ്കരിക്കുവാനോ ഇറങ്ങി വന്ന് ചെയ്യുന്നതിന് പകരം കർത്താവ് ഒറ്റ സെക്കൻഡിൽ സോദോം ഗൊമോറ എന്ന രാഷ്ട്രങ്ങളെ സർവ്വശക്തനായ തീയും ഗന്ധവും ഇറക്കി കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതേ തീയും ഗന്ധവത്തിൻ്റെയും സംഭവം തന്നെയാണ് ഇന്ന് ആണവ സ്ഫോടനമായിട്ട്, ആണവ മിസൈലായിട്ട് മനുഷ്യൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അത് എവിടെ സോദോം ഗൊമോറ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവോ, എവിടെ സോദോം ഗൊമോറ പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെ കർത്താവിൻ്റെ ക്രോധം അഗ്നിരൂപത്തിൽ വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സെബാനയുടെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞത്, അസഹിഷ്ണുവായ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോവും, ഭൂവാസികളെ മുഴുവനും പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും എന്ന വചനം എഴുതി. അതുപോലെ ചൂള പോലെ കത്തുന്ന ദിനം വരുന്നു എന്ന് കർത്താവ് വന്നിരിക്കുന്ന മലാഖയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ. അത് വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ വരുമ്പോൾ എന്താണ് കർത്താവ് വന്നിരിക്കുന്നത്? എന്താണ്? ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം. ഭൂമിയും അതിൽ സമസ്തവസ്ഥയിൽ കത്തിശിക്കും. 21, ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത്, സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാണ്. എന്താണ് ഈ വചനങ്ങൾ? വിശ്വസിക്കാൻ യോഗ്യമായ ജ്ഞാനത്തിൻ്റെ വരത്തിൽ എഴുതി.
അതിൻ്റെ വിശ്വാസയോഗ്യത, ഈ വചനം വിശ്വാസം സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ തെളിവോട് കൂടിയത്, വിശ്വാസയോഗ്യത ശാസ്ത്രീയമായത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ശാസ്ത്രീയമായും സത്യമായും തെളിവോട് കൂടിയതും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ശക്തിയാൽ, അതിൻ്റെ ടെക്നോളജിക്കലാൽ നിർമ്മിതവുമായ ഇത്തരം സത്യങ്ങൾ സത്യമായും വിശ്വാസയോഗ്യമാണെന്ന് കർത്താവ് പറയുമ്പോൾ അതിന് തൊട്ടുമുകളിലിരിക്കുന്ന ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി എന്നാണ്. അതാണ് ഇപ്പോൾ കാണുന്ന നമ്മുടെ ഭൂമി. ഈ കണ്ണുകൊണ്ട് കാണുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും, ഈ കണ്ണുകൊണ്ട് കാണുന്ന ചന്ദ്രനും ഭൂമിയും വസിക്കുന്ന ഈ ത്രിതലത്തിൽ, അതായത് ആകാശത്തിന് കീഴിൽ, ബഹിരാകാശത്ത്, ചന്ദ്രൻ്റെ അടുത്ത്, ഭൂമി, ഒരിടത്ത് പറഞ്ഞാൽ സൂര്യന് കീഴേ, ചന്ദ്രനിൽ, ഭൂമിയിൽ, ഒരു ത്രിതലത്തിൽ നാം കാണുന്നതാണ് എന്ത് ഇപ്പോൾ കാണുന്ന ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ അഥവാ റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനനുബന്ധിച്ച് വരണം. അപ്പോൾ ഇതെല്ലാം നീക്കം ചെയ്യപ്പെടുമെന്നും അതിശയ കർത്താവ് പറയാണ്, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യ സത്യമാണ്. പിന്നെ അവനോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. എന്നൊരു കർത്താവ് പറയണേ, ഇവ സംഭവിച്ചു കഴിഞ്ഞു എന്ന കർത്താവ് അത്ര മാത്രം സംഭവിച്ച് കഴിഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടക്കപ്പെട്ടിരിക്കുന്നത്. സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഈ ആണവ സ്ഫോടനം ഇപ്പോൾ ഭൂമി നടന്നിട്ടില്ല. ഒരിക്കൽ മാത്രമേ ഹിരോഷിമ നാഗസാക്കിയിൽ മാത്രമേ ആണവ സ്ഫോടനത്തിൻ്റെ പരിണത ഫലം എന്താണെന്ന് ലോകം അറിഞ്ഞിട്ടുള്ളൂ, ശാസ്ത്രം അറിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ഈ കാലഘട്ടം അത്രയും ആയിരക്കണക്കിന് ആണവ ബോംബുകൾ ഭൂമിയിൽ ഓരോ രാഷ്ട്രങ്ങളുടെയും കയ്യിൽ നിർമ്മിക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നുപോലും ഇപ്പോൾ പൊട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ 10 മടങ്ങ്, 100 മടങ്ങ്, 1000 മടങ്ങ് ശക്തിയുള്ള ആണവ സ്ഫോടനങ്ങളാണ് നടക്കാനിരിക്കുന്നതെന്ന് ജനത്തറിയാമെങ്കിലും ഇതിൻ്റെ പരിണത ഫലം എന്താണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിന് അതീന്ദ്രിയ ജ്ഞാനതലം വെളിപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതീന്ദ്രിയ ജ്ഞാനതലം വെളിപ്പെടണമെങ്കിൽ മറ്റൊരു സംഭവം ഈ ഭൂമി നടക്കണം. ഏതാണ് ഞാൻ മുമ്പേ വായിച്ചത്, നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിതമാകുന്നു പോയി. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും അഗാധങ്ങളിൽ എത്ര വിശുദ്ധനായാലും, എത്ര വിശുദ്ധയായാലും, എത്ര ജ്ഞാനമുള്ളവനായാലും, ഏതൊരു മനുഷ്യൻ്റെയും ആത്മാവെന്ന് പറഞ്ഞാൽ തന്നെ നിഗൂഢമാണ്. മനസ്സ് കുറച്ചുകൂടെ തുറന്നതാണ്. മനുഷ്യനെ അവൻ്റെ മാനസികാവസ്ഥ, ഒരാൾ മുമ്പിൽ വന്ന് അവൻ്റെ മാനസികാവസ്ഥ സംസാരത്തിൽ നിന്നും അവൻ്റെ ചലനത്തിനും കുറേ വ്യക്തമാകും. പക്ഷേ അവൻ്റെ നിഗൂഢമായ ആത്മീയ അഭിലാഷങ്ങളോ ആത്മീയ പശ്ചാത്തലങ്ങളോ ആർക്കും അവന് പെട്ടെന്ന് വെളിപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ ആത്മാവ് അതിനിഗൂഢമാണ്. ആ ആത്മാവിൻ്റെ അഗാധങ്ങളിൽ നിഗൂഢമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ഏതൊരു കനിയായാലും രഹസ്യമായി ഭക്ഷിക്കാൻ കഴിയണം. അവൻ ആരും അറിയാതെ അതിനിഗൂഢമായി അവൻ ആസ്വദിച്ച് സുഖിച്ച് സന്തോഷിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കനി എല്ലാ മനുഷ്യരുടെയും ആത്മാവിലുണ്ട്. പിന്നെ അതിൻ്റെ അളവിലും അതിൻ്റെ ആസ്വാദനശൈലിയിലും അതിൻ്റെ ഉപയോഗത്തിലും എല്ലാം വളരെയേറെ വ്യത്യാസമുണ്ടാകും ഓരോ വ്യക്തിയിലും എന്നേ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ആധുനിക സ്വതവും കോമറയിൽ ഈ നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന ഈ കനികൾ അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് തുറന്നു കൊണ്ടുവന്ന് ലോകത്തിലെ 800 കോടി മനുഷ്യരും കാണാൻ കഴിയുന്ന സംവിധാനത്തിൽ, ആ പശ്ചാത്തലത്തിൽ ലോകത്തിൽ ഒരുങ്ങി തുറന്ന് ഒരു സത്യമായി കാണാവുന്ന രീതിയിലായി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ജ്ഞാനത്തിൻ്റെ തലവും അറിവിൻ്റെ തലവും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലവുമായ ആ കനി ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകം അതിൻ്റെ അന്ത്യാവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ഭാഷ പറഞ്ഞാൽ യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഇത് തിന്മ നിറഞ്ഞ യുഗമാണ്, യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുണ്ടായിരിക്കുന്നത് യേശു പറയുന്നുണ്ട്. 2023 യുഗാന്ത്യമാണ്. അപ്പോൾ ഇത്തരം കനികൾ ഭക്ഷിക്കുവാനുള്ള അവസരം ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും ഒരു സാമാന്യ രീതിയിലുള്ള കനികളാണ് മനുഷ്യൻ ഭക്ഷിക്കുന്നത്. എന്നാൽ അതിനുകൂടമായി മനുഷ്യൻ്റെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ ഭാവനയ്ക്കോ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും വരാത്തത്ര നിഗൂഢമായ കനികൾ അത് ഭക്ഷിക്കാനുള്ള പശ്ചാത്തലവും സാഹചര്യവും ഒരുക്കപ്പെടുകയും അത് മനുഷ്യരാശി മുഴുവനും ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ തിന്മ അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ പ്രവേശിക്കും. അവിടെ മനുഷ്യത്വമില്ല, സ്നേഹമില്ല, ബഹുമാനമില്ല, അപ്പനമ്മയില്ല, ആങ്ങള പെങ്ങളില്ല, അമ്മായിപ്പൻ മരുമകളില്ല, അയൽഭക്ത സഹോദരങ്ങളില്ല, കൂടപ്പറപ്പുകളില്ല, ബന്ധുമിത്രാദികളില്ല. അവിടുന്ന് ആ വ്യക്തി ഈ വ്യക്തി എന്നില്ല. ആരെ കണ്ടാലും എങ്ങനെ കണ്ടാലും ആസ്വാദനത്തിൻ്റെ മേഖലയിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ തിന്മ അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുമ്പോൾ കുടുംബ സമാധാനം, സാമൂഹിക സംവിധാനം, സാമൂഹിക പശ്ചാത്തലം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഉണ്ടാക്കി വച്ചിരിക്കുന്ന നിയമങ്ങൾ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൽപ്പനകൾ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റുകൾ, ബിസിനസ് കോൺട്രാക്റ്റുകൾ എല്ലാം എന്നേക്കുമായിട്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ കനിയുടെ നിയമങ്ങൾ ഭൂമിയിൽ വരുമ്പോൾ അത് അതിഭയാനകമായ പൈശാചി തിന്മയുടെ പിടുത്തം
വരുമെന്നും അതോടുകൂടി ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകല മർത്യരുടെയും ആത്മാവിൻ്റെ നിജസ്ഥിതി എവിടേക്ക് പോവും? അടിമത്തത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താ കർത്താവ് പറഞ്ഞത്? അടിമകൾ. ഏതാണ് കർത്താവ് പറഞ്ഞത്? ആ വചനം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. രഥങ്ങൾ, എന്താണ്? കുതിരകൾ എന്ന് പറഞ്ഞാൽ മിസൈലുകൾ, രഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുകൾ, അടിമകൾ എന്ന് പറഞ്ഞാൽ തിന്മയുടെ അടിമത്തത്തിലേക്ക് പോയവർ. എന്നിട്ട് എന്താ പറഞ്ഞ? അടിമകളല്ലാത്തവർ, അതായത് അടിമകളല്ലാത്തവരായിട്ടുള്ള ആളുകൾ, ആധിപത്യമുള്ളവർ. അത് ആശയപരമായി, സാമ്പത്തികപരമായി, സൈനികപരമായി, അവൻ്റെ ബുദ്ധിപരമായി, ടെക്നോളജിക്കൽ പരമായി എല്ലാം മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്ന സമൂഹമോ രാഷ്ട്രമോ ആശയമോ അതെല്ലാം അടിമത്തമല്ലാത്തവരാണ്. എന്നാൽ ആ അടിമത്തത്തിന് കീഴിൽ വരുമ്പോൾ ഈ കനി തിന്നുവാൻ പാകത്തിൽ ഒരു മനുഷ്യൻ്റെ ശരീരവും ആത്മാവും കംപ്ലീറ്റ് പൂർണ്ണ വ്യക്തിത്വം ഈ കനി തിന്നാൻ, ഈ ആസ്വാദനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തു സംഭവിക്കും? യുഗാന്ത്യം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും സോദോം ഗോമോറ പോലെ അത് ലോകത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവ് പറയാണ്, മനുഷ്യപുത്രൻ്റെ നാളുകളിൽ എന്തായിരിക്കും? ലോത്തിൻ്റെ നാളുകളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കാൻ ഇതിനകത്ത് പ്രിയപ്പെട്ടവരെ. ആ പഴയ കാലഘട്ടത്തിൽ ലോത്തിൻ്റെ നാളുകളിൽ അവിടെ ഉണ്ടായിരുന്ന തിന്മ, അതിന് ഒരു മാനുഷിക തലമുണ്ടായിരുന്നു, ഒരു മാനുഷിക പശ്ചാത്തലമുണ്ടായിരുന്നു, ഒരു മാനുഷിക നന്മയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മാനുഷിക മനുഷ്യത്വമുണ്ടായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന ഈ കനിയുടെ ഭക്ഷണം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആധുനിക സോദോം ഗോമോറയ്ക്ക് മനുഷ്യത്വമോ മാനുഷികതയോ ഒരു സാമൂഹ്യ ബന്ധമോ ഒരു സാമൂഹ്യ നിയമങ്ങളോ ഒരുവിധ നിയമങ്ങളോ ഇല്ലാത്ത വിധമുള്ള പൈശാചി ശക്തിയുടെ അടിമത്ത പിടുത്തം ഈ ഭൂമിയുടെ മേൽ വരുമ്പോൾ സർവശക്തനായ ദൈവം സ്വർഗം തുറന്ന് തൻ്റെ നീതിക്ക് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, മനുഷ്യ സ്നേഹത്തിന് വേണ്ടി, ദൈവസ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നീതിയും സമാധാനം അപ്രത്യക്ഷമാണെന്ന് കാണുമ്പോൾ തൻ്റെ ഹൃദയവും മനസ്സും ആത്മാവും ചങ്കും പൊട്ടി യേശുവേ എന്ന് വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് ലോത്ത് പോലും വിളിക്കുന്നുണ്ട്, കർത്താവെ ഈ അനീതിക്ക് നേരെ അവിടുന്ന് കണ്ണുകളുയർത്തണമേ, ഈ അനീതി അവിടുന്ന് കാണുന്നില്ലേ എന്ന് ലോത്ത് ചോദിക്കും. അങ്ങനെയാണ് കണ്ടു മടുത്തിട്ടാണ് സോദോം ഗോമോറയിൽ ലോത്ത് ഓടിപ്പോകുന്നത്. അതുപോലെ തന്നെ നോഹ തൻ്റെ പേടം പണിയാൻ നേരത്ത് പറയുന്നുണ്ട്, കർത്താവ് 40 ദിവസത്തെ വെള്ളപ്പൊക്കം അയക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാവരും എൻ്റെ പേടത്തിൽ വരാൻ അവസരമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേടത്തിലേക്ക് വരണം, അതിനകത്ത് നിങ്ങൾ അഭയസങ്കേതം ഞാൻ ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് വട്ടാണ് പറഞ്ഞ അവർ കളിയാക്കിയിട്ട് അവർക്ക് നോഹയുടെ നേരെ നോക്കി പറഞ്ഞു, പറഞ്ഞ് പരിഹസിച്ചു, അവനെ കളിയാക്കി ചിരിച്ചു എന്ന് വിശുദ്ധഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കുവാൻ വളരെയേറെ കാര്യങ്ങൾ ഇതിനകത്ത് നിഗൂഢമാക്കി ഞാൻ പോലും വെച്ചിട്ടുണ്ട്. ഞാൻ പോലും തുറന്നല്ല നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയുടെ അഗാധങ്ങളിൽ നിന്ന് പൊട്ടി വീഴുന്ന ഉറവ് പോലെയൊന്നുമല്ല, അഗ്നി രൂപത്തിൽ മുകളിൽ നിന്ന് വരുന്നതാണ്. അത് ആണവ മിസൈൽ രൂപത്തിലാണ് വരുന്നത്. അത് വീഴുന്ന പ്രദേശം കിലോമീറ്റർ ചുറ്റളവിൽ അഗ്നിഗോളങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത് ഭൂമിയെ കത്തിച്ച് ചാമ്പലാക്കുമെന്നും അത് വ്യക്തമായും ശാസ്ത്ര സമൂഹത്തിനും ലോകത്തെല്ലാവർക്കും അറിയാവുന്നതാണെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നാം ആധുനിക സോദോം ഗോമോറയുടെ വക്കിലാണ്, തൊട്ടടുത്താണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസരം ചുരുങ്ങിയ സമയം മാത്രമേ നിങ്ങൾക്കായിട്ട് അവശേഷിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രിയ സഹോദരനെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ധ്യാനത്തിലേക്കും വിശുദ്ധിയിലേക്കും വിവേകത്തിലേക്കും നീതിബോധത്തിലേക്കും സത്യസന്ധതയിലേക്കും ആത്മജ്ഞാനത്തിലേക്കും ആത്മീയ ഫലങ്ങൾ ചൂടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്കും കടന്നു വരണം. വന്നില്ല എങ്കിൽ ഈ ആണവ സ്ഫോടനത്തിന് ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. അതാണ് നിത്യപാതാളം. ഞാൻ കഴിഞ്ഞ വർഷം പറയുണ്ടായി. ആ നിത്യപാതാളത്തിലേക്ക് മനുഷ്യൻ നിബന്ധിച്ചാൽ അവൻ്റെ അവസ്ഥയെ പിന്നെ രക്ഷിക്കാൻ പ്രപഞ്ചം പോലും ഇല്ലാതെയാവും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ആ തിരുവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിൻ്റെ നിഗൂഢരഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ വചനത്തെ അതിൻ്റെ മുദ്ര പൊട്ടിച്ച് ജ്ഞാനത്തിൻ്റെ തലത്തിൽ ദൈവം എന്തർത്ഥമാക്കി, അതിൻ്റെ അറിവിൻ്റെ തലത്തിൽ ദൈവം അർത്ഥമാക്കി, അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ഫലം എന്തായിരിക്കും ഭൂമിയിൽ സംഭവിക്കുക എന്ന് 3 മുദ്രയിലും പൊട്ടിച്ച് ആ മുദ്രയുടെ ഉള്ളിൽ കൂടെ കയറി ദൈവാത്മാവിൻ്റെ നിഗൂഢരഹസ്യങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത്.
അല്ലാതെ നേരിട്ടുള്ള അർത്ഥം കൊണ്ടൊന്നും മനസ്സിലാകില്ല പ്രിയപ്പെട്ടവരെ. അതിനാൽ പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള നോഹയുടെ ദിനങ്ങൾ ഒരുക്കപ്പെടുന്നു. ലോത്തിന്റെ നാളിൽ സംഭവിച്ചത് സംഭവിക്കാൻ വേണ്ടി ലോകം കാതോർത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നൊരു സ്ഥലമുണ്ട്. അതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുമ്പിലുള്ള ഒരു ധ്യാന സെൻ്റർ ഞാൻ ഒരുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അവിടെ കുറേയേറെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നു കഴിഞ്ഞു. അടുത്ത മാസം മെയ് മാസം 21, 22, 23 തീയതികളിൽ അവിടെ ധ്യാനം നടക്കുകയാണ്. അങ്ങോട്ടേക്ക് ഒരു 10-50 ആളുകൾക്കേ സ്വാഗതമുള്ളൂ. അതിനുള്ള സംവിധാനമേ അവിടെ ഉള്ളൂ. അതിന് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും അവിടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുക. അവിടെ ധ്യാനം നടക്കുന്നുണ്ട്. ആ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യത്തെ 50 പേർക്ക് മാത്രമേ അവിടെ ചാൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ 100-150 പേര് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പശ്ചാത്തല സാഹചര്യമില്ല. അത്രയും സംവിധാനമേ അവിടെ ഉള്ളൂ. അതിനാൽ ആദ്യമായിട്ട് പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം അവിടുത്തെ ആദ്യത്തെ ധ്യാനം അവിടെ നടത്തുന്നതായിരിക്കും. ഒരു പ്രാവശ്യം ധ്യാനം നടന്നിരുന്നു. അത് തീരെ സൗകര്യം കുറവായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് ഹാളും അവിടെ കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് സർവ്വശക്തനായ ദൈവം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ മെയ് മാസം 21, 22, 23 തീയതി നടക്കുന്ന ധ്യാനത്തിലേക്ക് ഈ എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് പേരും വയസ്സും അഡ്രസ്സും സ്ഥലവും കാര്യങ്ങളും ആധാർ നമ്പറും ആധാർ കാർഡും ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള പശ്ചാത്തലമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വീണ്ടും വരേണ്ട ആവശ്യമില്ല. ധ്യാനത്തിന് വരുന്നവർ ആധാർ കാർഡും കൊണ്ട് വരണം, നിർബന്ധമാണ്. അങ്ങനെ വന്നുകൊണ്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ താല്പര്യമുള്ളവർക്ക് വരാം, താല്പര്യമില്ലാത്തവർക്ക് വരേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് തൊട്ടുമേൽ സംഭവിക്കുമ്പോൾ നാം സമൂലം നശിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ലോകമെത്തും. ഓരോ കുടുംബവും സമൂലം നശിക്കും. ഓരോ സഭാവിഭാഗങ്ങളും സമൂലം നശിക്കും. ഓരോ രാഷ്ട്രീയ സംവിധാനങ്ങൾ സമൂലം നശിച്ചില്ലാതാവും. ഓരോ രാഷ്ട്രങ്ങൾ സമൂലം നശിച്ചില്ലാതെയാവും. ഓരോ ബന്ധങ്ങൾ സമൂലം നശിച്ചില്ലാതാവും. അങ്ങനെ നിത്യശൂന്യതയിലേക്ക് വരുന്നൊരവസ്ഥ വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, നിന്റെ ആത്മാവ് വെച്ച് കന്നിൽ നിന്ന് അകന്നുപോയി, ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു. ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥ തൊട്ടുമുമ്പിലാണുള്ളത്. അത് അധികം കാലഘട്ടമൊന്നുമില്ല. ഒരുപാട് ഇനി 1000 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ 2000 വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ സംഭവിക്കുന്നല്ല ഉള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ നമ്മുടെ മുമ്പിൽ ഉള്ളത് ആകെപ്പാടെ 7 വർഷങ്ങളാണ്. 2027 മുതൽ 33 വരെയുള്ള സമയം. അതിനുശേഷം ഏതാനും ചില ആഴ്ചകൾ മാത്രമേ ഈ ലോകം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലുള്ളൂ. അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? അതാണ് ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. വെളിപാട് 21 അത് നമ്മൾ പ്രത്യേകം ഓർത്തിരുന്ന് വായിക്കണം പ്രിയ സഹോദരങ്ങളെ. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. കടൽ എന്ന് പറഞ്ഞാൽ 2 കടലുണ്ട്. ഒന്ന് സമുദ്രം, മറ്റൊന്ന് മനുഷ്യ സമുദ്രം. കടൽ മനുഷ്യരും അപ്രത്യക്ഷമായി. വിശുദ്ധകരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗ്ഗത്തിറങ്ങിയ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം പിടിച്ച് വന്ന് കേട്ട്, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ. അതിനുശേഷം ഭർത്താവ് പറഞ്ഞു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ വിളിച്ചു പറഞ്ഞു, ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. 1 സകലവും, 2 സകലതും. അതിനെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പറയാണ് സകലതും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല വസ്തുക്കളും. സകലവും എന്ന് പറഞ്ഞാൽ വസ്തുക്കളും ആശയങ്ങളും. ലോകത്തിൽ ഒത്തിരി ആശയങ്ങളുണ്ട്, എല്ലാ ആശയങ്ങളും. ഇത് രണ്ടും കർത്താവ് നവീകരിക്കും. ആകപ്പാടെ പിന്നീടുള്ള ഒരേ ഒരു ആശയം, സർവശക്തനായ യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ചവൻ, തിന്മയിൽ നിന്ന് രക്ഷിച്ചവൻ, പാപങ്ങളിൽ നിന്ന് മോചനം തരുന്നവൻ, തൻ്റെ തിരുരക്തം കൊണ്ട് ഈ ലോകത്തിനു വേണ്ടി കർത്താവ് മരണത്തെ എടുത്തു മാറ്റുവാൻ വേണ്ടി തൻ്റെ തിരുശരീരം തിരുക്കുരിശിൽ കർത്താവ് കാൽവരി യാഗമായി നമുക്ക് വേണ്ടി അർപ്പിച്ചെങ്കിൽ, തൻ്റെ മനുഷ്യൻ ചെയ്ത പാപങ്ങളെ, തിന്മകളെ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൽ വേദനയായി, മുറിവുകളായി, മരണമായി ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യ വംശത്തിന്, മനുഷ്യ സമുദായത്തിന്, ലോകത്തിലെ മുഴുവൻ ജനത്തിനും രക്ഷപ്പെടുവാനുള്ള ഈ മരണത്തീയിൽ നിന്നും രക്ഷപ്പെട്ട് നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സന്തോഷത്തിൻ്റെ ദിനമായി കർത്താവ് മാറ്റിയത് ഈ യേശു ക്രിസ്തു എന്ന ഏക സത്യ പരമദൈവമായ യേശു ക്രിസ്തു മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശുദ്ധിയും ജീവനും ജീവിതവും നമുക്ക് ഏറ്റവും മഹത്വമായിട്ട് മാറുന്നത്. ആ പശ്ചാത്തലം നമ്മുടെ തൊട്ടുമുമ്പിലേക്ക് വരികയാണ്. ആണവയുദ്ധം അങ്ങ് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കിത് യാഥാർത്ഥ്യം ബോധ്യമാവും. അവിടെ അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും ഒത്തുചേർന്ന് അതിൻ്റെ പരിണിത ഫലമായ ഓരോ രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന വേദനകളും തീക്കുണ്ടവും മനുഷ്യൻ കണ്ടുകൊണ്ട് കാണാൻ തുടങ്ങുമ്പോൾ ഇത് മനുഷ്യന് ബോധ്യമാവും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കൺമുമ്പിൽ വന്നിട്ട് കണ്ടിട്ടല്ല നാം വിശ്വസിക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധി പ്രാപിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ഞാൻ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം
നമ്മെ സകല പാപത്തെ മനുഷ്യനും അശുദ്ധിനും അനീതി നിരീക്ഷിക്കുമാറാട്ടെ. കർത്താവായ യേശു തിരുവചനം എന്നെ വിശുദ്ധിയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവായ യേശു തിരുവചനം എന്നെ സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അതിൻ്റെ ദുരാത്മ സേനയിൽ നിന്നുള്ള പിടുത്തത്തിൽ നിന്നും എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും സർവശക്തനായ യേശു വിമോചിപ്പിച്ച് നിത്യമഹത്വത്തിലേക്ക് ചേർക്കുവാൻ തക്കവിധം ആത്മജ്ഞാനവും ആത്മശക്തിയും നിരക്കുമാറാകട്ടെ. കർത്താവായ യേശുവിൻ്റെ വരവിനായി നമുക്ക് മനസ്സും ശരീരം ആത്മാവും ഒരുക്കാം. അതിനെ നമുക്ക് പ്രിയ സഹോദരങ്ങളെ കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ വിശുദ്ധി പ്രാപിക്കാൻ പറ്റുമോ, ഏതെല്ലാം രീതിയിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുമോ, ഏതെല്ലാം രീതിയിൽ കർത്താവായ യേശുവിൻ്റെ വരവേണ്ടി ഒരുങ്ങാൻ പറ്റുമോ, അതൊക്കെ ഒരുങ്ങാനുള്ള അവസരമായി കണ്ടുകൊണ്ട് ഇത്തരം ക്ലാസ്സുകളെയും ഇത്തരം ധ്യാനങ്ങളെയും കണ്ടുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വരണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ആവശ്യപ്പെടുകയാണ്. കാരണം വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് ആലോചിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന പശ്ചാത്തലം അതിലില്ല. അതുകൊണ്ട് തന്നെ അതില്ല പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.